ചരിത്രം തിരുത്തി എഴുതിക്കോ ആഷിഖ് അബു റൈഫിൾ ക്ലബ്ബ്. ഒരു രക്ഷയില്ല. എല്ലാ കാസ്റ്റിങ്, ഡയറക്ഷൻ ഒന്നും പറയല്ലേ. ഞാൻ ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് ആഷിഖ് അബു, ഡയറക്ടർ ആഷിഖ് അബു, രണ്ടാമത്തത് ഹനുമാൻ കൈതി, മൂന്നാമത്തത് കാസ്റ്റിംഗ്. ഒരു രക്ഷയില്ല. ശരിക്കും ചോര നോക്കണേണ്. ഒരു രക്ഷയില്ല. തിയേറ്ററായിട്ടൊന്നും ഉറപ്പായിട്ടും കണ്ടു. ദിലീഷ് പോലും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വേറൊരു മേക്കിംഗാണ്. അതുപോലെ തന്നെ അനുരാഗ് കാശ്യപ്, റൈഫിൾ ക്ലബിൻ്റെ എല്ലാ ആംബിയൻസും ഉണ്ട്. തിയേറ്റർ വാഷുകൾ അതിനും തന്നെയാണ്. മസ്റ്റ് ഒരു തിയേറ്റർ ഒരു രക്ഷയില്ല. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിനേക്കാൾ എക്സ്പീരിയൻസ് ആവേശം കണ്ട് നമ്മൾ ഇതിൽ എടുപ്പും പടം ആദ്യം തന്നെ തുടങ്ങും വിട്ടു അവസാനം വരെ കാലയ്ക്ക് എടുപ്പും പടം ഒന്നും പറയാം. ആഷിഖ് അബുവിൻ്റെ ഇതുവരെ വരാത്തൊരു വെറൈറ്റി മൂവിയാണ്. ത്രില്ലറാണ്. ബാക്കിയുള്ള പടങ്ങളെ അപേക്ഷിച്ച് പടം എൻ്റർടൈൻമെൻ്റ് ആണ്. കാണാൻ കൊള്ളാം. പെർഫോമൻസ് എല്ലാവരും അടിപൊളി. എല്ലാ ആർട്ടിസ്റ്റുകളും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിനൊന്ന് മെച്ചമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കഥയാണ്. ആ ഫീലിങ്സ് എല്ലാം എന്തായാലും ഈ ക്രിസ്മസ് അടിപൊളിയാകും. നല്ല പടമാണ്. വീണ്ടും കാണെങ്കിൽ നാളെ പ്രാവശ്യം കൂടെ പറഞ്ഞു. വാണി വിശ്വനെ കുറിച്ച് എല്ലാവരും അടിപൊളി അഭിപ്രായമാണല്ലോ പറയുന്നത്. വാണി വിശ്വനാഥ് ക്ലാസ് കട്ട് ചെയ്ത് വരണമെന്നാണോ പറയുന്നത്? നല്ലൊരു പടമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം.